ഹായ് വെൽക്കം. ഇന്ന് നമുക്കൊരു കേക്ക് ചെയ്താലോ. ഇന്ന് ചെയ്യാൻ പോകുന്ന ബീട്രൂട്ട് കേക്ക്. അതിനുവേണ്ടി ആദ്യം എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കേക്ക് മിക്സ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അതിന് ഒരു നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ മഞ്ഞ ഭാഗം മാത്രം ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഈ ചെറിയ ഹോളിൽ വേണം ചെയ്യേണ്ടത്, അല്ലാതെ ഈ വലിയ ഹോളിലല്ല. നാരങ്ങയുടെ മഞ്ഞ മാത്രമേ ചുരണ്ടി എടുക്കാവുള്ളൂ. വെള്ള ഭാഗം വന്നു കഴിഞ്ഞാൽ കഴിക്കും. ഇങ്ങനെ മാറ്റി മാറ്റി ചുരണ്ടിയാൽ മതി. ഓരോ ഭാഗവും നാരങ്ങയുടെ മാറി മാറി ചുരണ്ടി എടുത്താൽ മതി. നമുക്കതൊരു 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഒരു നാരങ്ങയുടെ തൊലി കൊണ്ട് നമുക്ക് മതിയാകത്തില്ല, 2 ടേബിൾ സ്പൂൺ വേണം. അതുകൊണ്ട് മറ്റൊരു നാരങ്ങയും കൂടെ എടുത്ത് അങ്ങനെ 2 ടേബിൾ സ്പൂൺ നാരങ്ങ തൊലി ചുരണ്ടിയത് കിട്ടി. ഇനി ഗ്രേറ്റഡ് ബീട്രൂട്ടാണ്. അത് ബീട്രൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നാരങ്ങ ഗ്രേറ്റ് ചെയ്ത പോലെ തന്നെയാണ് ആ ചെറിയ ഹോളിലൂടെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇത് 2 കപ്പ്. 2 കപ്പ് മാവിൻ്റെ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരിക്കലും മാവാണെങ്കിലും ഈ ബേക്കിംഗ് സോഡയാണെങ്കിലും ബേക്കിംഗ് പൗഡർ ആണെങ്കിലും കുമിച്ചെടുക്കുകയോ അതുപോലെ പ്രസ് ചെയ്ത് എടുക്കുകയോ ചെയ്യരുത്. ഒരു നുള്ള് ഉപ്പ്, ഇത്രയും കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിക്കുമ്പം എല്ലാം ഒരുപോലെ എല്ലായിടവും ആവും. ബേക്കിംഗ് പൗഡർ ആണെങ്കിലും ബേക്കിംഗ് സോഡ ആണെങ്കിലും ഉപ്പും എല്ലാം. അതുപോലെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതും പോവും. നമ്മുടെ കയ്യിലോ പാത്രത്തിലോ ഒന്നും ഒരു തുള്ളി വെള്ളം പോലും ഇരിക്കരുത്. അതുപോലെ ഇതിനുപയോഗിക്കുന്ന മുട്ടയാണെങ്കിലും അതുപോലെ തന്നെ ബീട്രൂട്ട് ആണെങ്കിലും എല്ലാം നോർമൽ ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ചെയ്യരുത്. അങ്ങനെ മാവ് അരിച്ച് കഴിഞ്ഞ് ഇതിനു വേണ്ടി എടുക്കുന്നത് 6 മുട്ടയാണ്. അത് വലിയ മുട്ടയായതുകൊണ്ടാണ് 6 എടുത്തത്. ചെറിയ മുട്ടയാണെന്നൊരിൽ 8 എടുക്കണം. ഇനി ഓരോ മുട്ടയും നമുക്ക് പൊട്ടിച്ചതിലേക്ക് ഒഴിക്കാം. ഇനി ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്യാം.
മുട്ട നന്നായിട്ട് ബീറ്റായി. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര 2 കപ്പ്, അത് കുറേശ്ശെ ഇതിലിട്ട് ബീറ്റ് ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങയുടെ തൊലി ചുരണ്ടിയെടുത്തത്, ഇനി ഇതിലേക്ക് ബട്ടറോ സൺഫ്ലവർ ഓയിലോ ചേർക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്, 3/4 കപ്പ്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഒരു തടിത്തവിയോ അല്ല സ്പാച്ചിലയോ കൊണ്ട് ഇളക്കിയാൽ മതി. നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന 2 കപ്പ് ബീറ്റ്റൂട്ട്, അതുപോലെ മാവ് കുറേശ്ശെ ഇട്ട് നമുക്ക് ഇളക്കാം. അധികം ഇട്ട് ഇളക്കണ്ട, ഇങ്ങനൊന്ന് അങ്ങനെ നമ്മുടെ മാവ് റെഡിയായി. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ബട്ടർ പേപ്പർ ഈ പാത്രത്തിൻ്റെ അടിവശത്ത് അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. പേപ്പർ അതിൽ പ്രസ് ചെയ്തിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഗീയോ എണ്ണ തൂക്കണം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് അത് തന്നെ ബ്രഷ് ചെയ്തെടുക്കണം. അതുപോലെ സൈഡിലേക്ക്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊന്ന് അതിനകത്തുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ്. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക്
ഒരു 35 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് കേക്ക് റെഡിയായി. എനിക്ക് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 40 മിനിറ്റ്സ് എടുത്ത് എൻ്റെ മൈക്രോവേവിൽ അത് റെഡിയായി കിട്ടാൻ. ഒരു കൃത്യമായിട്ടൊരു സമയം നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓരോ മൈക്രോവേവിലും ഓരോ സമയമായിരിക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിരിക്കുന്നു.